ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു കുട്ടി നൈറ്റ് റൂട്ടീൻ കണ്ടാലോ? ഇന്നിപ്പോൾ നൈറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലായിടങ്ങളിലും ഇതുപോലെയൊക്കെ ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കൂട്ട് തയ്യാറാക്കുന്നത്. ഞാനില്ലേ ഇതിനു മുമ്പ് 2 തവണ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നേ. മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് ചേർത്തായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ ചേർക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഇല്ലേ മല്ലിയില ഫ്രിഡ്ജിലുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാണ് കേട്ടോ ചേർത്തത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കൂട്ടൊക്കെ മിക്സ് ചെയ്യാറുള്ളത്. മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക. മോനും കൂടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അധികം എരിവ് ചേർക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം TV കണ്ടു. നല്ല സിനിമയായിരുന്നു. ഇത് ഏത് സിനിമയാണ് ഓർക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. രാവിലത്തെ ദോശ മാവുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോക്കാണ്. ഇനിയിപ്പോൾ മോനും ബ്രഷ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഞാനും മോനും കൂടി ബ്രഷൊക്കെ ചെയ്തു. കിടക്കുന്നതിന് മുമ്പ് ചെറിയ രീതിയിലുള്ള സ്കിൻ കെയറൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കിടക്കുന്നതിന് മുമ്പ് ഡെയിലി ചൊല്ലാനുള്ള ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലാറുണ്ട്. അത് കഴിഞ്ഞ് ദുആയൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിടക്കാറുള്ളത്. ഇവിടെയൊക്കെ ഞങ്ങൾ 10:30-11 മണിക്കുള്ളിലാണ് ഉറങ്ങാൻ ശ്രമിക്കാറുള്ളത്. ചിലപ്പോൾ അതിലും വൈകും. ഇത് വലിയ രീതിയിലുള്ള നൈറ്റ് റൂട്ടീനൊന്നും അല്ല കേട്ടോ. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.